ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇതിപ്പോൾ നമ്മൾ കുറേ നാൾ കൂടിയിട്ടാണ് ഒരു ലോങ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ഷോപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാവേ. വീടും പരിസരവും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഓർഗനൈസ്ഡ് ആക്കി വെക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. ഞാൻ നമ്മുടെ വീട്ടിലേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡെക്കോർ ഐറ്റംസും ഈ ഒരു ഷോപ്പിൽ നിന്നാട്ടോ വാങ്ങിയത്. ഇതിപ്പോൾ എവിടെ നിന്ന് എങ്ങനെ കാണിച്ചു തരണമെന്ന് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആണ്, കാരണം അത്രയും വലിയ ഷോപ്പാണിത്. എനിവേ നമുക്ക് ഇവരുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ കളക്ഷനിൽ നിന്ന് തുടങ്ങാം. സത്യം പറഞ്ഞുകൊണ്ടല്ലോ, ഒരു വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് ചോദിക്കുന്നേക്കാളും ബെറ്റർ എന്തൊക്കെയാണ് ഇല്ലാത്തതെന്ന് ചോദിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലൊക്കെ ഓരോ മോഡൽസ് കണ്ട് ഇത് അവിടെ ഇവിടെയൊക്കെ ഉണ്ടോ എന്നൊക്കെ തപ്പി നടക്കില്ലേ, അങ്ങനെയുള്ളവരൊക്കെ നേരെ ഇങ്ങോട്ടേക്ക് പോരും. ഷോപ്പിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയുടെ അവസാനം ഷെയർ ചെയ്യാം. അതെല്ലാം ഇവിടെ കിട്ടുമെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം കേട്ടോ. സ്കിപ്പ് ചെയ്യാണ്ട് ഈ ഒരു വീഡിയോ ഫുള്ള് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ പ്രൊഡക്ട്സും ഇവിടുത്തെ പ്രൊഡക്ട്സിന്റെ ക്വാളിറ്റിയും ഒക്കെ മനസ്സിലാവുമേ. ആൻഡ് വേറൊരു കുട്ടി സർപ്രൈസും കൂടെ ഉണ്ട്, അതെന്താണെന്നും വീഡിയോയുടെ അവസാനം തന്നെ ഞാൻ പറയാം കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഇവരുടെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്ന പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. ഇങ്ങനെ ചിലതൊക്കെ കണ്ടാൽ ചിലപ്പോൾ ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല, അത്രയും അടിപൊളിയാണ്. പണ്ടൊക്കെ വീട്ടിൽ ഹൗസ് വാമിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻസിനോ ഒക്കെ ഒരു ഇൻവിറ്റേഷൻ വന്നാൽ ഞങ്ങൾ എല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് ആലോചിക്കുന്ന കാര്യമാണ് അവർക്ക് എന്ത് ഗിഫ്റ്റ് കൊടുക്കും. ആൻഡ് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും നിർബന്ധമുള്ള കാര്യമാണ് അത് യൂസ്ഫുൾ ആയിരിക്കണം, വാങ്ങുന്ന ആൾക്ക് ഇഷ്ടപ്പെടണം. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും വന്നാൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാണ്ട് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്കാണ് ഓടി വരാറുള്ളത്. കാരണം ഇവിടെ നമുക്ക് വന്നാൽ ഇവിടെ വന്ന് എന്തെടുക്കണം എന്നുള്ള കാര്യത്തിൽ നല്ല രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. കാരണം അത്രയും വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പം നമ്മൾ മുമ്പേ കണ്ടതൊക്കെയാണ് അവരുടെ പ്ലാന്റ്സിന്റെ അണ്ടറിൽ വരുന്ന കളക്ഷൻസ്. ഞാൻ കാണിക്കാത്ത വേറെ കുറേ ഐറ്റംസും കൂടെ ഉണ്ട് കേട്ടോ. എല്ലാം കൂടി ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഒക്കെ അവരുടെ ബ്ലൂ പോട്രി കാറ്റഗറിയിൽ വരുന്ന കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെയാണ്. ഇതിൽ മെയിൻ ഐറ്റംസ് ഒക്കെ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് ബ്ലൂ പോട്രി എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. ഇതിന്റെയൊക്കെ ഒറിജിൻ അങ്ങ് ജയ്പൂരിൽ നിന്നാണ്. ഇങ്ങനെ വൈറ്റ് കളറിലെ പോട്ടിലോ ക്രോക്കറി ഐറ്റംസിലോ ഒക്കെ ഇങ്ങനെ ബ്ലൂ ആയിക്കൊണ്ട് പ്രിന്റ് വരുന്നതാണ് സിംപ്ലി ബ്ലൂ പോട്രി എന്ന് പറയുന്നത്. സംഭവം ഇങ്ങനെ നോക്കുമ്പോൾ സിമ്പിൾ ആണെങ്കിലും ഈ ഒരു ഐറ്റംസ് ഒക്കെ നമ്മുടെ കിച്ചണിനോ നമ്മുടെ റൂംസിനോ ഒക്കെ കൊടുക്കുന്ന ഒരു എസ്തെറ്റിക് അപ്പിയറൻസ് കുറച്ചധികം വലുതാട്ടോ. റീസെന്റ് നമ്മുടെ നാട്ടിൽ നല്ലോണം ട്രെൻഡിങ് ആയിട്ട് വരുന്നതുകൊണ്ട് ഇമാതിരി പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ പ്രൊഡക്ട്സ് മാത്രം വിൽക്കുന്ന ഇൻഡിവിജ്വൽ ഷോപ്സും നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ ആണെങ്കിലും ഇവർക്ക് സെപ്പറേറ്റ് ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ ഈ ബ്ലൂ പോട്രിക്ക് വേണ്ടി മാത്രം. കാരണം അത്രയും പേരാണ് ഇത് ചോദിച്ചു വരാറുള്ളത്. ഈവൻ ഞാനും ഇതിന്റെ ഒരു ഭയങ്കര വലിയ ഫാനാണ്. കുറച്ച് നാൾ മുന്നൊക്കെ ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ തപ്പി നടന്നിട്ടുണ്ടായിരുന്നു. ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണെങ്കിലും എല്ലാം നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് നേരിട്ട് പോയി കണ്ട് വാങ്ങിക്കുന്നതാണ് ഒന്നും കൂടെ സാറ്റിസ്ഫൈഡ് ആവുക. എന്ന് വെച്ചാൽ ഓൺലൈനിലെ പ്രൊഡക്ട്സ് ഒന്നും കൊള്ളൂല എന്നല്ല കേട്ടോ, ഒരു 50-50 ചാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തവണ നല്ലത് കിട്ടിയെങ്കിൽ അടുത്ത തവണ അതിനും കൂടെ മോശമായിരിക്കും കിട്ടുന്നത്, പക്ഷെ അടുത്ത തവണ അതിനേക്കാൾ അടിപൊളിയായിരിക്കും കിട്ടുന്നത്. ആൻഡ് ഈ പ്രൊഡക്ട്സ് ഒക്കെ കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ റിസ്ക് എടുക്കാൻ പറ്റൂലല്ലോ. അതിപ്പോൾ ഇന്റീരിയർ ഐറ്റംസോ ഡെക്കോർ ഐറ്റംസോ ഒക്കെ റെഗുലർ ആയിട്ട് വാങ്ങുന്നവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നല്ലോണം അറിയായിരിക്കും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തൊട്ടാൽ തന്നെ കാശാണ്. പോക്കറ്റ് കീറുന്ന വഴി അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് ഞാൻ വരാൻ വേറൊരു റീസൺ അതും കൂടെയാണ്. ഇവരുടെ മിക്ക പ്രൊഡക്ട്സും ചൈന, ഇന്തോനേഷ്യ, വിയറ്റ്നാം പോലത്തെ കൺട്രീസിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവരുടെ ഇടയ്ക്ക് ഒരു തേർഡ് പാർട്ടി ഇല്ല. അതിൻ്റെതായ ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് ഇവരുടെ പ്രൈസും കണ്ടാലും മനസ്സിലാവും. ഇനി നിങ്ങൾക്കും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടുന്ന് എടുത്ത് സെയിൽ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിലും നമുക്ക് ബൾക്കായിട്ട് ഇവിടുന്ന് പ്രൊഡക്ട്സ് ഇവർ പ്രൊവൈഡ് ചെയ്യുവേ. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇനി ഫ്രാഞ്ചൈസി ആയിട്ടും ഇവരുടെ പ്രൊഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ഇവരുടെ സെറാമിക് പോട്ട്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. സെറാമിക് മാത്രമല്ല കേട്ടോ, പ്ലാസ്റ്റിക് ഉണ്ട്, വുഡൻ ഉണ്ട്, അങ്ങനെ കുറെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അതും ഡിഫറെന്റ് ഷേപ്സിൽ ഡിഫറെന്റ് സൈസിൽ. ഇതൊക്കെ കണ്ടു ഒരു ഷൂവിന്റെ മോഡലിലുള്ള ഫ്ലവർ പോട്ടാണ്. ആൻഡ് ഇതൊക്കെ വന്നിട്ട് പിൻട്രസ്റ്റിവ് ആയിട്ടുള്ള കുറെ കളക്ഷൻസ് ആണ്. ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ ഏകദേശം എന്റെ വീടിന് അടുത്തായിട്ട് വരും. അതുകൊണ്ട് ഓരോ തവണ ഇവിടെ വരുമ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് ഒന്നും എടുക്കാതെ ഇറങ്ങണം എന്ന്. പക്ഷേ ഇവിടുത്തെ കളക്ഷൻസും ഇവിടുത്തെ പ്രൈസിങ്ങും എന്നെ അതിന് അനുവദിക്കാറില്ല. ഇങ്ങനെ ഹോം ഡെക്കറേഷൻ ഇന്റീരിയർ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത്രയും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയ ഷോപ്പ് ഞാൻ കോട്ടയത്ത് വേറെ കണ്ടിട്ടേ ഇല്ല. ഞാൻ ഈ പറയുന്നതിനേക്കാളും കൂടുതൽ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ അല്ലേ. നിങ്ങളിപ്പോൾ കുറച്ച് ക്ലാസിക് വൈബ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും പൂക്കി വൈബ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും കുറച്ച് നീറ്റ് ആൻഡ് സിമ്പിൾ സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഓപ്ഷൻസ് ഒരേപോലെ അവൈലബിൾ ആണ്. ക്യൂട്ട് ഐറ്റംസ് വേണമെങ്കിൽ അങ്ങനെ, എസ്തെറ്റിക് വൈബ് വേണമെങ്കിൽ അങ്ങനെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ചൂസ് ചെയ്യാവേ. ഞാൻ ഈ കാണിച്ചതിൽ ഏതെങ്കിലുമൊക്കെ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഞാൻ അവരുടെ വാട്സ്ആപ്പ് നമ്പർ ഈ ഒരു വീഡിയോയുടെ അവസാനം പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് അയച്ചു കൊടുത്താൽ അവർ നിങ്ങൾക്ക് കൊറിയർ ആയിട്ട് വേണമെങ്കിലും അയച്ചു തരും. നമ്മുടെ ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് കോട്ടയം ആയതുകൊണ്ട് എല്ലാവർക്കും ഈസിലി ആയിട്ട് ആക്സസിബിൾ ആയിരിക്കില്ലല്ലോ. അങ്ങനെയുള്ളവർ മാത്രം ഇങ്ങനെ കൊറിയർ സർവീസ് ഡിപ്പെൻഡ് ചെയ്താൽ മതി. അല്ലാത്തവരെല്ലാം ഡയറക്റ്റ് സ്റ്റോറിലേക്ക് വരാനേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്ത കുറേ ഐറ്റംസ് ഇനി ഇവിടെ ഉണ്ട്. അതെല്ലാം നിങ്ങൾക്ക് വന്ന് കാണാനും വിസിറ്റ് ചെയ്യാനും ഒക്കെ പറ്റും. ഞാൻ അത് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം അവരുടെ സെറാമിക് പോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്ട്സ് ഒക്കെയാണ്. പണ്ടൊക്കെ, അതായത് ഒരു 2-3 വർഷം മുന്നേ വരെ
എനിക്കിങ്ങനെ പ്ലാൻസ്, ഓർഗനൈസേഴ്സ്, വീടൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെക്കുക അങ്ങനത്തെ കാര്യങ്ങളോടൊന്നും യാതൊരുവിധ താല്പര്യം ഉണ്ടായിട്ടില്ല. അമ്മ എന്നോട് പണ്ടൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഒരു ചെടി വെക്ക്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ. പക്ഷേ ഇപ്പോൾ വന്ന് പ്രായം കൂടുന്നതിൻ്റെ ആണോ അതോ എൻ്റെ വൈബ് മാറി തുടങ്ങിയോണ്ടാണോ എന്നറിയില്ല, എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളോടൊക്കെ ഭയങ്കര ഒരു ഒബ്സഷനാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലെ കാശ് തരുന്നതിൻ്റെ മെയിൻ റീസണും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഒരു ബെഡ്ഷീറ്റ് കണ്ടാൽ വാങ്ങുക, നല്ല പാത്രങ്ങൾ കണ്ടാൽ വാങ്ങുക, നല്ല ചെടിച്ചട്ടികൾ കണ്ടാൽ വാങ്ങുക, നല്ല പ്ലാന്റ്സ് വാങ്ങുക, അങ്ങനെ മൊത്തത്തിൽ വീടൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ ഇപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. എൻ്റെ ബക്കറ്റ് ലിസ്റ്റിലുള്ള അടുത്തൊരു ഫേവറേറ്റ് ആയിട്ടാട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്, അതായത് ഗിയർ ക്ലോക്സ്. ഈ ഒരു ക്ലോക്കിൻ്റെ മൂവ്മെൻ്റ് ആണെങ്കിലും വർക്കിംഗ് ആണെങ്കിലും കാണാൻ നല്ല രസമാണ്. അത് മാത്രമല്ല കേട്ടോ, ദേ ഇങ്ങനെ പല പല വെറൈറ്റീസ് ഉള്ള ക്ലോക്കും ഇവിടെ അവൈലബിൾ ആണ്. ദേ ഈ കാണുന്നത് അടുത്ത ട്രെൻഡിങ് ഐറ്റം ആണ്, നമ്മുടെ ഹാങ്ങിങ് ക്ലോക്സ്. ഇങ്ങനെ കാണുമ്പോൾ കുറച്ച് സിമ്പിളായിട്ടും നോർമൽ ഒരു ക്ലോക്ക് ആയിട്ടും തോന്നുന്നുണ്ടെങ്കിലും ഇതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ റൂം ഭയങ്കര അടിപൊളിയാവും കേട്ടോ. റൂമിൻ്റെ ലുക്ക് തന്നെ മാറ്റാൻ ഇതൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു ഷോപ്പിൻ്റെ വേറൊരു വലിയ പ്രത്യേകതയാട്ടോ ഇത്. നോർമലി നമുക്ക് ഷോപ്സിലൊക്കെ ഒരു നവംബർ, ഡിസംബർ, ജാനുവരി ടൈമിൽ മാത്രമല്ലേ ഇങ്ങനത്തെ ക്രിസ്മസ് സ്റ്റഫ്സ് ഒക്കെ കിട്ടുള്ളൂ. പക്ഷേ വർഷത്തിൻ്റെ ഏത് ദിവസം എപ്പോൾ വന്നാലും ഇവിടെ അതെല്ലാം അവൈലബിൾ ആയിരിക്കും, അതും പല പല വെറൈറ്റീസിൽ. അടുത്തൊരു മേജർ ഹൈലൈറ്റ് ആണ് ഇവിടുത്തെ ബുദ്ധാസിൻ്റെ കളക്ഷൻസ്. ഇതൊക്കെ അത്യാവശ്യം വലിയ ബുദ്ധാസിൻ്റെ സ്റ്റാച്യൂസ് ആണ്. ഓൾമോസ്റ്റ് ഒരു 2 feet വരെ ഹൈറ്റ് വരും. അങ്ങനെ വലുതും ചെറുതുമായിട്ട് പല സൈസിലും പല പോസിലുള്ള ബുദ്ധാസ് ഇവിടെ ഉണ്ട്. ബ്ലെസ്സിങ് ബുദ്ധ, മെഡിറ്റേറ്റിംഗ് ബുദ്ധ, സ്ലീപ്പിംഗ് ബുദ്ധ, അങ്ങനെ ഇതിനും ഉണ്ട് കുറേ കാറ്റഗറീസ് ഒക്കെ. എനിക്കങ്ങനെ ഒരുപാട് വാസ്റ്റ് ആയിട്ടൊന്നും അറിയില്ല, പക്ഷേ എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് 2 എണ്ണം. പണ്ടൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തിനാണ് ബുദ്ധാസിൻ്റെ സ്റ്റാച്യൂസ് ഒക്കെ ഇങ്ങനെ വീട്ടിൽ കീപ്പ് ചെയ്യുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ അറിയാത്ത കാര്യങ്ങളെ പറ്റി അറിയാൻ വല്ലാത്തൊരു ക്യൂരിയോസിറ്റിയാണ്. അങ്ങനെ ഞാൻ ഗൂഗിൾ ചെയ്തും കുറേ സ്ഥലത്ത് കുറേ പേരോട് ചോദിച്ചും ഒക്കെയാണ് എനിക്ക് മനസ്സിലായത് ബുദ്ധാസിനെ നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യുമ്പോൾ വീട്ടിലൊരു പോസിറ്റീവ് എനർജി ഒക്കെ വരുമെന്നാണ് പറയപ്പെടുന്നത്. ഓൾസോ ഇവരുടെ സ്പിരിറ്റ് നമ്മുടെ പീസ് ഓഫ് മൈൻഡിനെയൊക്കെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുമെന്ന്. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ എന്തായാലും കമന്റ് ബോക്സിൽ പറയണേ. അടുത്തത് നമ്മുടെ അമ്മമാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ്, അതായത് ഇവരുടെ കിച്ചൺ കളക്ഷൻസ് ഒക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാവേ. ഇതിനൊക്കെ വേണ്ടിയിട്ടും സെപ്പറേറ്റ് ഒരു വലിയ ഏരിയ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം കൂടെ കാണിച്ചാൽ നമ്മുടെ ഈ ഒരു ലോങ് വീഡിയോ ഒരു വലിയ സിനിമയുടെ അത്ര ആയി പോകും. അതിന് മാത്രം കളക്ഷൻസ് ആണ് ഉള്ളത്. എനിക്ക് എങ്ങനെയാ പറഞ്ഞു തരേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. എന്തായാലും കുറച്ച് ഐറ്റംസ് ഒക്കെ ഞാൻ കാണിക്കാം. ഈ ഓർഗനൈസേഴ്സ് ഒക്കെ നോക്ക്, എന്ത് ക്യൂട്ടാണെന്നറിയോ. ഇതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് വെച്ചാൽ എങ്ങനെയാ ഉപയോഗിക്കാൻ തോന്നുന്നത് പോലും എനിക്കറിയില്ല. ഞാനൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെ വെക്കും, കാരണം എങ്ങാനും കയ്യിൽ നിന്ന് താഴെ വീട് പൊട്ടിയാലെന്ന് ഓർത്ത് ഞാൻ അനക്കൂല, അത്രയും ഭംഗിയാട്ടോ. ഈ ഒരു കുട്ടി സെറാമിക്കിന്റെ ടിൻ എങ്ങനെ ഉണ്ട്, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അതിന്റെ മെയിൻ ഹൈലൈറ്റ് അതിന്റെ ലിഡാട്ടോ. ഇതൊക്കെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ക്രാഫ്റ്റ് ചെയ്തെടുത്ത ആർട്ടിസ്റ്റുകൾ ഞാൻ എപ്പോഴും അഡ്മയർ ചെയ്യുന്ന കാര്യമാണ്. അവർക്കൊക്കെ എന്ത് കഴിവുള്ള ആൾക്കാരാണെന്ന്. പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള കുറച്ച് മഗ്സിന്റെ കളക്ഷൻസ് ആണ്. ഇവിടെ എപ്പോഴും വരാറുള്ളപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയ വേറൊരു കാര്യം, നമ്മൾ കോമൺലി കാണാറുള്ള ടൈപ്പ് ഓഫ് പാത്രങ്ങളാണെങ്കിലും പോട്ട്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും ഒക്കെ ഇല്ലേ, അങ്ങനത്തെ കോമൺ ഐറ്റംസ് ഒക്കെ ഇവിടെ വളരെ കുറവാണ്. കൂടുതലും ഇവർ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അധികം അങ്ങനെ കോമൺ അല്ലാത്ത യുണീക്ക് ആയിട്ടുള്ള എല്ലായിടത്തും കിട്ടാത്ത ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഇല്ലേ, അതിലാണ്. കുറേ പേർക്ക് ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഷോപ്പും കൂടി ആട്ടോ ഇത്. പിന്നെ ഒരു കാര്യം, നിങ്ങൾക്ക് ഡയറക്റ്റ് ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ ഏറ്റവും മിനിമം ഒരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടേക്ക് പോരാൻ. കാരണം ഇതൊക്കെ കണ്ടു തീർന്ന് വരുമ്പോൾ തന്നെ ആ ഒരു സമയമാവും. ഇതൊക്കെ നോക്ക്, ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി അതിനുവേണ്ടി തന്നെ ഒരു പാത്രം. നമ്മുടെയൊക്കെ വീട്ടിൽ നോർമലി അമ്മ ചപ്പാത്തി ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു കാസറോളിലൊക്കെ ഇട്ട് മൂടി വെക്കലാ പതിവ്. ഇനി ഇവിടുന്ന് ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒന്ന് ഓർഗനൈസ്ഡ് ആക്കണം. പിന്നെ കാലാകാലങ്ങളായിട്ട് എൻ്റെ വീട്ടിലുള്ളൊരു പതിവ്, പുതിയ പാത്രം എപ്പോൾ വാങ്ങിയാലും അതെല്ലാം നമ്മുടെ ഷെൽഫിൽ അങ്ങനെ അങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കും. വീട്ടിലേതെങ്കിലുമൊക്കെ VIP ഗസ്റ്റുകൾ വന്നാൽ മാത്രമാണ് അവർക്കൊന്ന് പുറം ലോകം കാണാൻ അവസരം കിട്ടുന്നത്. ഈ ഒരു കാര്യം പലരുടെയും വീട്ടിലെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ റിലേറ്റബിൾ ആയിരിക്കും. നിങ്ങളുടെ വീട്ടിലെ അമ്മമാർ ഇങ്ങനെയാണോ എന്ന് എന്തായാലും കമന്റ് ചെയ്യണേ. ഇതിപ്പോൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു മനസ്സുഖം കിട്ടാറുണ്ട്. പണ്ടൊക്കെ കുറേ ഡ്രസ്സ് വാങ്ങണം, കോസ്മെറ്റിക്സ് വാങ്ങണം, പെർഫ്യൂംസ് വാങ്ങണം, ചോക്ലേറ്റ്സ് വാങ്ങണം, അതിനോടൊക്കെയാണ് താല്പര്യമെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടാനാണ് ഒരിഷ്ടം. അതിന് കാര്യം വേറൊന്നും അല്ല കേട്ടോ. കുറച്ച് നാൾ മുന്നേ വരെ ഞാനൊരു കോർപ്പറേറ്റ് ഫീൽഡിൽ ഒരു MNCയിൽ വർക്ക് ചെയ്തിട്ടിരുന്ന ആളാണ്. അപ്പം നമുക്ക് ഓഫീസിൽ പോകണം, ഡെയിലി ഫ്രണ്ട്സിനെ കാണണം, ഡെയിലി കറങ്ങി നടക്കണം, അങ്ങനെ ആ ഒരു വൈബായിരുന്നു. പക്ഷേ ഇപ്പോൾ കേക്ക്സും ഹാമ്പേഴ്സും ബിസിനസ്സും ഒക്കെ ആയിട്ട് ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് എൻ്റെ വീട്ടിലോ ഫ്ലാറ്റിലോ തന്നെ ആയിരിക്കും. ആൻഡ് ഞാൻ വിശ്വസിക്കുന്ന വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സമയം എവിടെയാണ് സ്പെൻഡ് ചെയ്യുന്നത് അവിടുത്തെ ഒരു ആംബിയൻസിനും കാര്യങ്ങൾക്കും ഒക്കെ നമ്മുടെ ഒരു പ്രൊഡക്ടിവിറ്റീനെ ബൂസ്റ്റ് ചെയ്യാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും. മേ ബി അതെൻ്റെ ഒരു തോന്നൽ മാത്രമായിരിക്കും. പക്ഷേ എല്ലാം ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് അവിടെ നിന്ന് വർക്ക് ചെയ്യാൻ എന്തെന്നില്ലാത്തൊരു ഉന്മേഷം തോന്നാറുണ്ട്. ആദ്യമേ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒരു ക്രേസ് പോലെയാണ്, ഒരു കൈൻഡ് ഓഫ് തെറാപ്പി എന്നൊക്കെ വേണമെങ്കിൽ പറയാം.
ഞാൻ ആകെ മൊത്തത്തിൽ ഇങ്ങ് ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ക്ലീൻ ചെയ്താലോ ഒന്നെല്ലാം ഒന്ന് അടുക്കിപ്പറക്കി വെച്ചാലോ എനിക്ക് ചെറിയൊരു സന്തോഷമൊക്കെ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നോക്കിയാൽ അത് ഭയങ്കര നല്ലൊരു കാര്യമാട്ടോ. കാരണം ചെറിയൊരു മടുപ്പ് വന്നാലോ ആകെ മൊത്തത്തിൽ ഒന്ന് ഡൗൺ ആയി തോന്നിയാലോ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് അങ്ങ് ഡീപ്പ് ക്ലീൻ ചെയ്യും. അപ്പോൾ എൻ്റെ റൂമും ക്ലീൻ ആവും, 10 പൈസയുടെ എക്സ്പെൻസും ഇല്ല. ഇതൊക്കെ കഴിയുമ്പോൾ എൻ്റെ മടുപ്പ് മാറും. എങ്ങനെ നോക്കിയാലും ലാഭം മാത്രം. നമ്മുടെ കല്യാണരാമൻ മൂവിയിൽ ഇന്നസെന്റ് പറയൂലേ, സങ്കടം വന്നാൽ അപ്പം ഞാൻ 2 പപ്പടം കാച്ചുവെന്ന്. അങ്ങനെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് ഇവരുടെ കുറച്ച് ഹോം ലിനൻ കളക്ഷൻസ് കാണാവേ. നല്ല പ്യോർ കോട്ടണിൽ വരുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡ്ഷീറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ ബെഡ് റണ്ണേഴ്സ്, അതും കോട്ടണും ഉണ്ട്, പിന്നെ ഇതേപോലത്തെ ബീഡഡ് റണ്ണേഴ്സും ഉണ്ട് കേട്ടോ. ഈ ഒരു റണ്ണേഴ്സ് ഫുള്ള് ബീഡ്സ് ആണ്, നമ്മുടെ ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫുള്ള് ഫില്ല് ചെയ്തേക്കുവാണ്. ഇതൊന്നും ശരിക്കും കാണുന്നതിൻ്റെ ഒരു 10% ഭംഗി പോലും ഈ ഒരു വീഡിയോയിലില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും 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 പറയാണ്, ഒന്നും വാങ്ങിയില്ലെങ്കിലും ഇതൊക്കെ ഒന്ന് കണ്ടുപോകാനാണെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ വരെ വന്നാൽ അത് ഭയങ്കര വേർത്തി ആയിരിക്കും കേട്ടോ. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്സും പുതിയ ലോഞ്ചും എല്ലാം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അപ്പം അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. വുഡ്സ്ബർഗ് ഫേർണിച്ചേഴ്സ് എന്നാണ് അവരുടെ ID. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ആൻഡ് പേര് പോലെ തന്നെ ഇവിടെ ഫേർണിച്ചേഴ്സും അവൈലബിൾ ആണ്. നമ്മൾ ഇതുവരെ കാണിച്ച സെറാമിക് ഐറ്റംസും ഇന്റീരിയർ ഡെക്കേഴ്സും എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലുള്ളതാണ്. ഫസ്റ്റ് ഫ്ലോർ ഫുള്ള് ഇതേപോലെ ഫേർണിച്ചേഴ്സ് കൊണ്ട് നിരത്തി വെച്ചേക്കുവാണ്. പുതിയൊരു വീട് വെക്കാൻ പ്ലാൻ ഉള്ളവരാണെങ്കിലോ, ഇനി പുതിയൊരു വീട് വെച്ചിട്ട് ഇന്റീരിയർ എങ്ങനെ ചെയ്യും എന്ത് ചെയ്യും എന്നോർത്ത് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളവരാണെങ്കിലോ, ഇനി ഓൾറെഡി ഉള്ള വീടൊക്കെ ഒന്ന് റെനോവേറ്റ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് സെറ്റപ്പ് ആക്കണം എന്നൊക്കെ ഓർത്തിരിക്കുന്നവരാണെങ്കിലോ എല്ലാവരും നേരെ ഇങ്ങോട്ടേക്ക് പോരും. നിങ്ങൾക്ക് കുറേയൊക്കെ ഐഡിയാസ് ഇവിടെ വന്നാൽ കിട്ടും. ഈ ഒരു ഷോപ്പിലേക്ക് ആദ്യം ഞാൻ വരുമ്പോഴും എൻ്റെ മനസ്സിൽ കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും വണ്ടറായി പോയിട്ടുണ്ട്. കാരണം ബിയോണ്ട് അവർ എക്സ്പെക്ടേഷൻസ് ആയിരുന്നു ഇവിടുത്തെ കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ. പിന്നെ എനിക്കാണെങ്കിൽ ഇങ്ങനെ ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് കുറച്ചും കൂടെ ഒരു ഇഷ്ടവും കൂടുതലാണല്ലോ. ഇനി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാനൊരു സർപ്രൈസിനെ പറ്റി പറയില്ലേ, അതെന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാതെ. വുഡ്സ്ബർഗ് ഫേർണിച്ചേഴ്സ് എന്ന ഇവരുടെ ഇൻസ്റ്റഗ്രാം പേജ് 25,000 ഫോളോവേഴ്സ് ആവാൻ പോയിക്കൊണ്ടിരിക്കുവാണ്. അതിന്റെ ഭാഗമായിട്ട് ഇവരൊരു വലിയ ഗീവ് അവേയും പ്ലാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ ഒരു ID ഓടിപ്പോയി ഫോളോ ചെയ്തോ. ഗീവ് അവേയുടെ റൂൾസും കാര്യങ്ങളും അപ്ഡേറ്റ്സും എല്ലാം അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ തന്നെ അവർ ഷെയർ ചെയ്യും. എന്താണ് എങ്ങനെയാന്നൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നോക്കാം. എന്തായാലും ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. നിങ്ങളും വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എങ്ങാനും നമുക്ക് കിട്ടിയാലോ. ഇനി ഡയറക്റ്റ് സ്റ്റോറിലേക്ക് വരാനുള്ളവർക്കാണെങ്കിൽ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു തരാം. നമ്മുടെ കോട്ടയം ലുലു മാളിൽ നിന്ന് എക്സാക്ട് 2 കിലോമീറ്റേഴ്സ് മാറിയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. ഷോപ്പിന്റെ പേര് വുഡ്സ്ബർഗ് എന്നാണ്. മെയിൻ റോഡിൽ തന്നെ കരിമ്പിൻ ടേസ്റ്റ് ലാൻഡ് എന്ന് പറയുന്ന റെസ്റ്റോറന്റ് ഉണ്ട്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. ഇനിയുണ്ടല്ലോ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട വേറൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാവേ. നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിലൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഓപ്ഷൻ ആട്ടോ ഇത്. ഇങ്ങനെ നോക്കുമ്പോൾ ഇതൊരു സിംഗിൾ പീസ് ഓഫ് സ്റ്റാച്ചു ആണെങ്കിലും ശരിക്കും ഒരു സിംഗിൾ പീസ് അല്ല. ഇങ്ങനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റും. ആൻഡ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുമ്പോൾ രണ്ടുപേരും ഒന്നായിട്ടിരിക്കും. ഭയങ്കര ക്യൂട്ടായിട്ടില്ലേ ആൻഡ് ഭയങ്കര വെറൈറ്റി ആയിട്ടില്ലേ. പിന്നെ ഇത് ഈ സംഭവം ഉണ്ടല്ലോ, ഇത് ഞാൻ കുറേ നാളായിട്ട് തപ്പി നടന്നൊരു സാധനമാണ്. ഒരു ട്രഡീഷണൽ ടച്ച് വരുന്ന ജ്വല്ലറി ബോക്സ്. നമ്മുടെ ഈ ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു വീടൊന്ന് വെൽ അറേഞ്ച്ഡ് ആക്കി വെക്കാനുള്ള A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ വന്നാൽ എന്നായാലും കിട്ടും. അപ്പോൾ ലൊക്കേഷൻ മറന്നു പോകണ്ട. ഞാൻ ഈ വീഡിയോയുടെ അവസാനം എന്തായാലും ഒന്ന് പിൻ ചെയ്ത് വെച്ചേക്കാം. കോട്ടയം കരിമ്പിൻ ടേസ്റ്റ് ലാൻഡ് റെസ്റ്റോറൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് മെയിൻ റോഡിൽ വുഡ്സ്ബർഗ് ഫേർണിച്ചേഴ്സ്. പിന്നെ ഗീവ് അവേയുടെ കാര്യം കൂടെ പ്രത്യേകം ഒന്ന് ഓർത്ത് വെച്ചോ, മറക്കണ്ട. 25,000 ഫോളോവേഴ്സ് ആകുമ്പോൾ അവർ എന്തായാലും വലിയൊരു ഹ്യൂജ് ഗീവ് അവേ തന്നെയായിരിക്കും കേട്ടോ അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. കാണിച്ചു തരാനാണെങ്കിൽ ഇവിടെ ഇനിയും കുറേ പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ നമുക്ക് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാനിത് ഇവിടെ നിർത്തുവാണ്. സ്റ്റോർ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി ഞാൻ അവരുടെ വാട്സ്ആപ്പ് നമ്പറും ഫൈനലി കൊടുത്തേക്കാം. അതിലൊന്ന് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. സോ അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റാ.